പ്രളയമുണ്ടായപ്പോൾ നിങ്ങളുടെ ദൈവം എവിടെ പോയി? അതുപോലെ തന്നെ പ്രകൃതി ദുരന്തങ്ങൾ ഉണ്ടായപ്പോൾ നിങ്ങളുടെ ദൈവം എവിടെ പോയി? പട്ടിണി ഉണ്ടാകുമ്പോൾ ഇവിടെ ഇവർ മനസ്സിലാക്കുന്നത് വെച്ചാൽ നമ്മളിങ്ങനെ ഒരു പ്രളയം വരുമ്പോൾ അപ്പോൾ തന്നെ പടച്ചോനെ എന്ന് വിളിക്കുന്നു, പടച്ചോൻ അപ്പം തന്നെ വന്നിരിക്കണം, എന്നിട്ട് ആ വെള്ളമൊക്കെ ഊറ്റി കളഞ്ഞിരിക്കണം, ഇല്ലെങ്കിൽ പടച്ചോനില്ല. ഈ രൂപത്തിൽ അത്രയും ബാലിശമായി പടച്ചവനെ മനസ്സിലാക്കുന്നു എന്നുള്ളതാണ് ഇവരെ സംബന്ധിച്ചിടത്തോളം പ്രശ്നം. അവിടെ നമ്മൾ മനസ്സിലാക്കി കൊടുക്കുക, പടച്ചവൻ അതിന് കഴിവുണ്ട്. വഹു അലാ കുല്ലി ഷൈഇൻ ഖദീർ. പ്രാപഞ്ചിക വ്യവസ്ഥകൾക്ക് ഉള്ളിൽ നിന്നുകൊണ്ട് പുറത്തു കൊണ്ടും ഇടപെടാൻ പടച്ചവന് കഴിവുണ്ട്. പക്ഷേ ആ ഇടപെടൽ നടത്താവോ വേണ്ടേ എന്നുള്ളത് ആരുടെ തീരുമാനമാണ്? പടച്ചവന്റെ തീരുമാനമാണ്. അല്ലെങ്കിൽ എന്താ സംഭവിക്കാമെന്ന് ആലോചിച്ച് നോക്കുക. നമ്മൾ പ്രാർത്ഥിക്കുന്നു, അതിന് ഉത്തരം തന്നിരിക്കണം എന്ന് പറയുമ്പോൾ യഥാർത്ഥത്തിൽ അവിടെ പടച്ചവൻ നമ്മളെ അടിമയാവുകയാണ്, അല്ലേ? നമ്മൾ പറഞ്ഞപ്പോൾ തന്നെ ചെയ്തു തരുന്ന ഒരു അടിമയെ പോലെ. ആ രൂപത്തിലാണ് പലപ്പോഴും നിരീശ്വരവാദികൾ ദൈവത്തെ മനസ്സിലാക്കിയിട്ടുള്ളത്, പടച്ചവനെ മനസ്സിലാക്കിയിട്ടുള്ളതാണ്. ഇവിടെ നമ്മൾ നോക്കിയാൽ ഒന്ന് സൂക്ഷ്മമായിട്ട് പരിശോധിച്ച് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവുന്നു ഇവിടുത്തെ ചോദ്യം ഇതേ അല്ല, അല്ലെങ്കിൽ ഇവിടുത്തെ ചോദ്യമോ പ്രശ്നമോ ഇതല്ല. ഓൾ ഗുഡ് ആയിട്ടുള്ള, ഓൾ പവർഫുൾ ആയിട്ടുള്ള, ഓൾ നോയിങ് ആയിട്ടുള്ള, മോറലി പെർഫെക്റ്റ് ആയിട്ടുള്ള, ഓൾ ലവിങ് ആയിട്ടുള്ള ഒരു ഗോഡ് ആണ് ഈ ലോകത്തെ ക്രിയേറ്റ് ചെയ്തതും ഓവർസീ ചെയ്യുന്നതും എങ്കിൽ നമ്മൾ ഈ വയനാട്ടിൽ കണ്ടതുപോലെയുള്ള ഒരു ഇത്രയും ദാരുണമായിട്ടുള്ള ഒരു അന്ത്യം ആ പറഞ്ഞ ആളുകൾക്ക് ഉണ്ടാവുമോ എന്നുള്ളതാണ്. അന്ത്യം അല്ലെങ്കിൽ അവർ മരിച്ചു എന്നുള്ളത് മാത്രമല്ല, അവർ മരിച്ചത് എങ്ങനെയാണ്? അതായത് അത്രയും അധികം വേദന സഹിച്ച് ശ്വാസം കിട്ടാതെ ആ മണ്ണിൻ്റെ അടിയിൽ കിടന്ന് ഇഞ്ചിഞ്ചായിട്ട് ഓരോ നിമിഷവും അറിഞ്ഞിട്ടാണ്, അല്ലെങ്കിൽ അത്രയും വേദന അനുഭവിച്ചാണ് ഇവർ മരിക്കുന്നത്. അല്ലാതെ വെറുതെ ഒരു ദിവസം ബോധം കെട്ട് വീണ് അല്ലെങ്കിൽ അങ്ങനെ ഒരു ഈസി ഡെത്ത് അല്ല ഇവർക്ക് സംഭവിക്കുന്നത്. നമ്മൾ സാധാരണ മനുഷ്യരായിട്ട് നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും, നമുക്ക് പവർ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ അവരെ സേവ് ചെയ്യാൻ നമുക്ക് പവർ ഉണ്ടായിരുന്നെങ്കിൽ നമ്മളത് ചെയ്തേനെ. നമുക്കുള്ള ലവും ഗുഡ്നെസ്സും ഒന്നും പെർഫെക്റ്റ് അല്ല എന്നാണ് പറയുന്നത്. ഗോഡാണ് പെർഫെക്റ്റ് എന്നാണ് ഇവിടെ പറയുന്നത്, മതങ്ങൾ പൊതുവെ പറയുന്നത്. അങ്ങനെയുള്ള ഗോഡിന് നമ്മളെക്കാളും ഏറ്റവും അധികം പെർഫെക്റ്റ് ലവിങ് ബീയിങ് അല്ലെങ്കിൽ പെർഫെക്റ്റ് ഗുഡ് ബീയിങ് എന്നൊക്കെ പറയുന്ന ആൾക്ക് അത് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ അയാളുടെ ഗുഡ്നെസ് എന്താണ്, അയാളുടെ ലവ് എന്താണ് എന്നൊക്കെയുള്ളൊരു ഏറ്റവും വലിയൊരു ചോദ്യമുണ്ട്. ഇതിന് മിക്കവാറും ഇവർ പറയാനുള്ള ഒരു ആർഗ്യുമെൻ്റ് എന്ന് പറയുന്നത് ദൈവം ഇതെല്ലാം ഒരു ഗ്രേറ്റർ ഗുഡിന് വേണ്ടി, അല്ലെങ്കിൽ ഇവർ മരിച്ചവരെല്ലാം സ്വർഗത്തിൽ ചെന്ന് കഴിയുമ്പം അവർക്ക് ഇതിനേക്കാൾ ഒരു ഗ്രേറ്റർ ഗുഡ് അല്ലെങ്കിൽ ഇൻഫിനിറ്റ് ഗുഡ്നെസ് കിട്ടും എന്നൊക്കെയാണ് ചിലപ്പോൾ ആ കൗണ്ടർ ആർഗ്യുമെൻ്റ് ആയിട്ട് പറയാനുള്ളത്. ഇതൊന്നും ഒരു ആർഗ്യുമെൻ്റ് അല്ല എന്നുള്ളതാണ്. നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം, നമ്മളോട് ഒരാൾ വന്നിട്ട് പറയുകയാണ്, നിങ്ങൾക്ക് ഏറ്റവും പെയിൻഫുൾ ആയിട്ടുള്ള, നിങ്ങൾക്ക് ചിന്തിക്കാൻ പറ്റുന്നതിൽ ഏറ്റവും ഡ്രെഡഡ് ആയിട്ടുള്ള, ഏറ്റവും പെയിൻഫുൾ ആയിട്ടുള്ള ഒരു മരണം നിങ്ങൾക്ക് തരുകയാണ്, അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു അവസ്ഥ നിങ്ങൾക്ക് തരുവാണ്. എന്നിട്ട് അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് സുഖമായിട്ട് കുറേ കാലം ഏതോ ഒരു ലോകത്ത് ജീവിക്കാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുള്ള ഒരാൾ പോലും ഇത് ചൂസ് ചെയ്യില്ല. സെയിൻ ആയിട്ടുള്ള ബുദ്ധിയും ബോധമുള്ള ഒരാൾ പോലും ഇത് ചൂസ് ചെയ്യില്ല. ചൂസ് ചെയ്യുന്ന ഇൻസെയിൻ ആയിട്ടുള്ള ആളുകൾ കാണും, അതല്ല നമ്മൾ പറയുന്നത്. അപ്പോൾ നമ്മളുടെ ചോയ്സിനെതിരായിട്ട്, നമ്മളുടെ ആഗ്രഹങ്ങൾക്കെതിരായിട്ട് നമ്മൾ ഒരിക്കലും കിട്ടരുത് എന്ന് വിചാരിക്കുന്ന ഒരു സാധനം നമുക്ക് തന്നിട്ട് ഓൾ ലവിങ് ആയിട്ടുള്ള ഗോഡ് പറയുകയാണ്, നിനക്ക് ഇതിനേക്കാളൊക്കെ നല്ലൊരു സാധനം അപ്പുറം തരും. എന്തിന്? ഇപ്പോൾ ഈ ഹോൾ തിങ് ഒരു വേസ്റ്റഡ് എക്സസൈസ് ആയിട്ട് മാറുകയാണ് അവിടെ. ഇനി നമുക്ക് വേറൊരു രീതിയിൽ ചിന്തിക്കാം. ഒരു ഗ്രേറ്റർ ഗുഡ് നമുക്ക് തരാനാണ് എന്ന് വിചാരിക്കുക. ഒരു ഗ്രേറ്റർ ഗുഡ് തരാനായിട്ട് ദൈവത്തിന് ഇത്രയും സഫറിങ് അല്ലെങ്കിൽ ഇത്രയും പെയിൻ ഇൻഫ്ലിക്റ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ടോ എന്നുള്ളതാണ് ചോദ്യം. അപ്പോൾ ഇവർ പറയുകയാണ്, ഓക്കെ ആവശ്യമുണ്ട്, ഇതുണ്ടെങ്കിലേ നമുക്കൊരു ഗ്രേറ്റർ ഗുഡ് അല്ലെങ്കിൽ ഒരു ഗ്രേറ്റർ ആയിട്ടുള്ള അനുഭവം ഫ്യൂച്ചറിൽ ഉണ്ടാവും എന്ന് പറയുകയാണെങ്കിൽ അതൊരു നെസസിറ്റി ആണ് എന്നാണ് ഇവർ പറയുന്നത്. ഇത്രയും പെയിൻ അല്ലെങ്കിൽ ഇത്രയും സഫറിങ് ഉണ്ടെങ്കിലേ ദൈവത്തിന് നമ്മളിൽ ഇങ്ങനെ ഒരു എഫക്റ്റ് ഉണ്ടാക്കാൻ പറ്റൂ എന്ന് പറയുകയാണ്. ഇത് നമ്മൾ നോക്കിയാൽ മനസ്സിലാവും, ഇത് ദൈവത്തിൻ്റെ ഒരു ലിമിറ്റേഷനായി മാറും. അതായത് ഒരു പടി പോലും സഫറിങ് കുറയ്ക്കാതെ, ഒരു ഇഞ്ച് പോലും സഫറിങ് കുറയ്ക്കാതെ ദൈവത്തിന് ഈ പറയുന്ന ഒരു പോയിന്റിലേക്ക് എത്താൻ പറ്റിയില്ല, അല്ലെങ്കിൽ ഒരു ഗ്രേറ്റർ ഗുഡിലേക്ക് എത്താൻ പറ്റിയില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ദൈവത്തിൻ്റെ ലിമിറ്റേഷനാണ്, ദൈവത്തിൻ്റെ പവറിലെ ഒരു ലിമിറ്റേഷനാണ്. ദാറ്റ് മേക്സ് ഗോഡ് നോട്ട് ഓൾ പവർഫുൾ, അല്ലെങ്കിൽ അത് ഗോഡിനെ ഓൾ പവർഫുൾ അല്ലാതെയാക്കും. ഓൾ പവർഫുൾ അല്ലാത്ത ദൈവങ്ങളൊന്നും തന്നെ ഒരു മതത്തിൻ്റെയും വീക്ഷണം അനുസരിച്ച് ദൈവങ്ങളല്ല എന്നുള്ളതാണ്. ദൈവത്തിൻ്റെ ഒരു ക്യാരക്ടറിസ്റ്റിക്കാണ് ഓൾ പവർഫുൾ എന്ന് പറയുന്നത്. അതായത് എന്തും ചെയ്യാനുള്ള പവർ. ഇവിടെ എന്തും എന്നൊന്നുമില്ല, ഒരു സഫറിങ് ഒരു പടി കുറയ്ക്കുക എന്നുള്ളൊരു സിമ്പിൾ ടാസ്ക്കാണ്. അതുപോലും പറ്റില്ല എന്നുണ്ടെങ്കിൽ ദൈവം ഓൾ പവർഫുൾ അല്ല. ഇനി അടുത്ത പോയിന്റ്, ദൈവത്തിന് ഒരു ചോയ്സ് ഉണ്ടായിരുന്നു അല്ലെങ്കിൽ സഫറിങ് കുറയ്ക്കാനുള്ള ഒരു ചോയ്സ് ഉണ്ടായിരുന്നെങ്കിൽ സ്റ്റിൽ ദൈവം ഈ പറയുന്ന പോലെ ഇത്രയും മോശമായിട്ടുള്ള ഒരു സഫറിങ്, ഇത്രയും ഡ്രെഡഡ് ആയിട്ടുള്ള ഒരു സഫറിങ് അല്ലെങ്കിൽ ഒരു ഡെത്ത് ആളുകൾക്ക് കൊടുക്കാൻ ചൂസ് ചെയ്തെങ്കിൽ ദാറ്റ് ഗോഡ് ഈസ് നോട്ട് ഓൾ ഗുഡ്, ദാറ്റ് ഗോഡ് ഈസ് നോട്ട് ഓൾ പവർഫുൾ, നോട്ട് ഓൾ മോറൽ, ദാറ്റ് ഗോഡ് ഈസ് നോട്ട് ഓൾ ലവിങ്. അപ്പോൾ ഇതൊക്കെയാണ് ഇവിടുത്തെ പ്രശ്നം. ഇത് എങ്ങനെ ചിന്തിച്ചു കഴിഞ്ഞാലും ഇത് ഇവരുടെ തന്നെ ആശയങ്ങളുമായിട്ട് യോജിച്ച് പോകുന്ന കാര്യമല്ല. ഒന്നെങ്കിൽ ഗോഡ് ഓൾ പവർഫുൾ അല്ലാതാകണം, അല്ലെങ്കിൽ ഗോഡ് ഓൾ മോറലി ഗുഡ് അല്ലാതാകണം, ഓൾ ലവിങ് അല്ലാതാകണം. ഇതിലേതെങ്കിലും ഒന്ന് സംഭവിക്കാതെ ഈ പറയുന്ന പോലെ ഒരു ഇവൻറ്റ് നടക്കില്ല എന്നുള്ളതാണ്. അപ്പോൾ എൻ്റെ ആർഗ്യുമെൻറ്റിൻ്റെ ഒരു കൺസൈസ് ഫോം ഇതാണ്. പ്രമിസ് നമ്പർ 1, ഓൾ പവർഫുൾ ആയിട്ടുള്ള, ഓൾ ലവിങ് ആയിട്ടുള്ള, ഓൾ ഗുഡ് ആയിട്ടുള്ള, മോറലി പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു ഗോഡാണ്
ഈ ലോകത്തെ ക്രിയേറ്റ് ചെയ്തിട്ട് ഓവർസീ ചെയ്യുന്നതെങ്കിൽ നമ്മൾ ഇവിടെ വയനാട്ടിൽ കണ്ടതുപോലെയുള്ള അൺബെയറബിൾ ആയിട്ടുള്ള അൺഇമാജിനബിൾ ആയിട്ടുള്ള ടോർച്ചറസ് ആയിട്ടുള്ള സഫറിങ് ഉണ്ടാവില്ല. പ്രൊമിസ് ടു. അൺഇമാജിനബിൾ ആയിട്ടുള്ള അൺബെയറബിൾ ആയിട്ടുള്ള സഫറിങ് ഈ ലോകത്തെ എല്ലാ ദിവസവും എന്ന നിലയ്ക്ക് എല്ലായിടത്തും പല സമയങ്ങളിലായിട്ട് നടക്കുന്നു. കൺക്ലൂഷൻ, ഓൾ പവർഫുൾ ആയിട്ടുള്ള, ഓൾ ഗുഡ് ആയിട്ടുള്ള, മോറലി പെർഫെക്റ്റ് ആയിട്ടുള്ള, ഓൾ ലവിങ് ആയിട്ടുള്ള ഒരു ഗോഡ് അല്ല ഈ ലോകത്തെ ക്രിയേറ്റ് ചെയ്തതും ഓവർസീ ചെയ്യുന്നതും. ഇങ്ങനൊന്നും അല്ലാത്ത ഒരു ഗോഡാണ് എന്ന് ഇവരാരെങ്കിലും പറയുകയാണെങ്കിൽ അത് ഈ പറയുന്ന മതങ്ങൾ പറയുന്ന ഒരു ഗോഡുമല്ല. മതങ്ങൾ പറയുന്ന ഗോഡിന് ഈ പറയുന്ന എല്ലാ ക്യാരക്ടറിസ്റ്റിക്സും ഉള്ളതാണ്. അപ്പോൾ ഇതാണ് ഇവിടുത്തെ യഥാർത്ഥ ചോദ്യം എന്ന് പറയുന്നത്. അല്ല ദൈവത്തിനെ നമ്മൾ പ്രാർത്ഥിച്ച് കഴിയുമ്പോൾ അപ്പം തന്നെ വന്നൊരു അടിമയെ പോലെ കാര്യങ്ങൾ ചെയ്യുന്നു ഒന്നുമല്ല. ദൈവത്തിന് ഇതെല്ലാം അറിയാം. നമ്മൾ പ്രാർത്ഥിക്കേണ്ട ആവശ്യവുമില്ല. പുള്ളി ഇതെല്ലാം കാണുന്നതാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ഇവിടുത്തെ ആർഗ്യുമെൻറ്റ്. ഇതിന് എതിരെ വാലിഡ് ആയിട്ടുള്ള എന്തെങ്കിലും ആർഗ്യുമെൻറ്റ്സ് ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ പറയാം, നമുക്കത് ഡിസ്കസ് ചെയ്യാം. താങ്ക് യു സോ മച്ച്.